കൂട്ടുകാർ നിങ്ങൾക്ക് ഞാൻ സൂത്രം കാണിച്ചു തരാമല്ലോ. എൻ്റെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നല്ല പൊടിയായിട്ടും കറുപ്പുമായിട്ട് കണ്ടോ. നിങ്ങളുടെ ഒക്കെ എന്താ ഇങ്ങനെ ചില ആൾക്കാർ പറയാം എൻ്റെ ഇത് പുഴുണ്ട് മണക്കുന്നുണ്ട്, ഒന്നുമില്ല കേട്ടോ. ഇതിന് ഒരു സൂത്രം ചേർത്താൽ മതി, എന്നാലും ഒരു സംഭവം ഉണ്ടാവില്ല. നല്ല സൂപ്പർ വളം അല്ലേ. അപ്പോൾ ഞാനിത് എടുത്ത് കാണിച്ചു തരാം. എൻ്റെ വളം നിങ്ങളിങ്ങനെ എന്നോട് പറയും എൻ്റെ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാവും, അത് നോക്കണ്ട. ഒക്കെ നമ്മൾ കൊണ്ടുപോയി ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എന്തോ ഒരു നല്ല വളം അത്. നിങ്ങളെ കാണിക്കുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് ബോധ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കമ്പും എല്ലാം ഉണ്ടാവും, നമ്മൾ അതും ഇതും ഒക്കെ ഇടുന്നുണ്ടല്ലോ. അടിപൊളി വളം. ഇതിൽ ഒരു മണവുമില്ല, പുഴുവില്ല, പിന്നെ കുഴഞ്ഞ രൂപത്തിലില്ല, ഒന്നുമില്ല. ഈ കമ്പൊക്കെ ഞാൻ ഓരോ പച്ചിലി ഇടുമല്ലോ, അതുകൊണ്ട് എന്താ ഇതിൻ്റെ ഉള്ളിൽ നോക്കി ഇതിൻ്റെ കണ്ടോ. എന്താ അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക്കും. എന്താ അടിപൊളി വളം ഇത്. എന്താ കണ്ടോ. ഞാൻ ഈ കരിയില കമ്പോസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിലെന്തൊക്കെ ചേർക്കേണ്ടി എന്നുള്ളതൊക്കെ ഇത് പറയാൻ കാരണം ഇന്നലെയും മെനയാന്നും കണ്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന നിങ്ങളൊന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. പുതിയ ആൾക്കാരായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഞാൻ പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും ഇതിലെന്താ ഞാൻ ചേർത്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി. പിന്നെ ഞാൻ എന്നും പറയും പോലെ തന്നെ ഇത് കാണാൻ ഒരുങ്ങുമ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. എന്നായിക്കോട്ടെ, നമ്മൾ പോവാലോ വീഡിയോയിലേക്ക്. അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റിൽ തന്നെ വേണ്ടത് ഒരു ചാക്ക. ഇത് എന്തോ ഒരു ചാക്കാണ്, സിമെൻറ്റ് ചാക്കൊന്നും അല്ല, അതൊരു ചാക്ക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. ചുരുട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടുക. എന്തിനാണെന്നറിയാം ഇങ്ങനെ കെട്ടുന്നത്, അല്ലാണ്ട് തന്നെ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പം ഈ ചാക്ക് ഇങ്ങനെ നിൽക്കൂല, ഇങ്ങനെ അങ്ങ് വീണുന്നത് അപ്പം നമുക്ക് പ്രയാസമല്ലേ. അപ്പം നമ്മൾ അങ്ങനെ കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങ് തിരിച്ചിടുക. എന്നാൽ പിന്നെ കുറച്ച് വൃത്തിയും ഉണ്ടാവും, ചാക്ക് നല്ല അമർന്നടിയിരിക്കും. കരിയില കമ്പോസ്റ്റിൽ ഇടുന്ന അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ. ഹോൾസ് ഇടുന്നുണ്ട്, ഹോൾസ് ഞാനിപ്പോൾ ഇടുന്നില്ല, ലാസ്റ്റ് ഇടും. ഇതാണ് ചാക്ക്. ഞാനിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കരിയില കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് വേണേൽ കപ്പ നടാം, ഇതിൽ വേണമെങ്കിൽ ചേമ്പ് നടാം, ചേന നടാം. ഇനി ഒന്നും വേണ്ട, നമുക്ക് പിന്നെ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് വളം എടുക്കുക, അല്ലെങ്കിൽ പൂച്ചെടിക്ക് വേണ്ടി എടുക്കുക. എന്തായാലും ഇങ്ങനെ ഒരു ചാക്കിലങ്ങ് നിറച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, ഞാൻ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വെക്കും. ഇനി ഞാൻ തുടങ്ങട്ടെ കേട്ടോ എൻ്റെ കരിയില കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ടും വേണ്ട ഒന്ന് ഗ്ലൗസാണ്. ഞാൻ ഗ്ലൗസ് കൊണ്ടുവന്നിരുന്നു. ഗ്ലൗസ് ഇല്ലാണ്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റൂല കേട്ടോ. അതെൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റേത് കണ്ട് അതുപോലെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അവരെ മുന്നിൽ ഞാൻ ഗ്ലൗസ് ഇടാൻ നിന്നാൽ അവരും അങ്ങനെ ചെയ്യും. ഇപ്പം കരിയില വാരി കൊണ്ടുവന്നതാണ് ഞാൻ. അതാണ് എൻ്റെ ഇത് കുറച്ച് ഇതായത്. എനിക്ക് ഭയങ്കര പാടാട്ടോ ഈ ഗ്ലൗസ് ഇടാൻ. പണിക്കൊരു സുഖം കിട്ടുന്നില്ല, പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ പണിയെടുക്കാൻ കഴിയൂല, ഒരു ഈർക്കിൽ തട്ടിയാൽ മതി, പഴുത്ത് നമ്മൾ മൂലയിലായി. ഒക്കെ പോട്ടെ, പാമ്പോ ഇപ്പം പാമ്പിൻ്റെ ഇതല്ലേ, ഇങ്ങനെ അങ്ങ് ഇടുക. ഇട്ടത് മാറിപ്പോയി. അങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ട് ചാക്ക് കെട്ടി ഇനി എന്തൊക്കെ ഞാൻ ഇടുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റിൽ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ തോട്ടത്തിൽ പോയിട്ട് ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ കുറേ കരിയില എനിക്ക് പടപടാ പടക്കുന്ന കരിയിലൊന്നും ഇല്ല കേട്ടോ, നനഞ്ഞതാ. അതും നന്നായിട്ട് ശ്രദ്ധിച്ച് പാമ്പ് ഷൂ ഇട്ട് ഗ്ലൗസ് ഇട്ട് അങ്ങനെയൊക്കെയാണോ ഞാൻ. ആദ്യം തന്നെ നമ്മളെ കരിയില കമ്പോസ്റ്റിൻ്റെ താരം കരിയിലയാണ്. ഞാൻ തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന, തോട്ടത്തിലൊന്നും നമുക്ക് നിൽക്കാൻ കഴിയൂല, കൊതുക. പിന്നെ നമുക്ക് കൃഷി ചെയ്യുന്ന ഭ്രാന്തന്മാർക്ക് മാത്രമേ അത്രയും റിസ്ക് എടുക്കാൻ കഴിയുള്ളൂ. നല്ല പവർഫുൾ വളം കിട്ടുമല്ലോ. കുറച്ചധികം ഇടട്ടെ. ഇതിട്ടു. ആദ്യം തന്നെ ഞാൻ കുറച്ച് കരിയിലിട്ട്, ഈ കരിയിലൻ്റെ മേലെ നമ്മൾ ലെയറായിട്ട് ഓരോ സംഭവം ഇടാനുണ്ട്. അതുകൊണ്ടാണ് ഇത് ലൂസായിട്ട് ഊരിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു പിടി മണ്ണിടണം.
എന്താ ഒരു പിടി. അതെന്തിനാണെന്നറിയോ? നമ്മളിടുന്ന ഈ കരിയിലല്ലേ, ഈ കരിയിലനെ ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. നല്ലതുമുണ്ട് ചീത്തയുണ്ട്. നല്ല ജീവികൾ നമ്മളിട്ട ഈ കരിയിലൊക്കെ കമ്പോസ്റ്റാക്കും, പെട്ടെന്ന് വളമാക്കും. അപ്പോൾ നിങ്ങളിത് അതുപോലെ ചെയ്യണം. എന്നോട് ഒരു കല്യാണ വീട്ടിൽ നിന്ന് വരെ എന്നോട് ഒരാൾ പറഞ്ഞ് എൻ്റെ കരിയില കമ്പോസ്റ്റ് ശരിയായില്ല എന്ന്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട്, അവരിത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാട്ടോ ഞാനിത് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് മണ്ണിട്ടല്ലോ, കുറച്ചും കൂടെ കരിയിലിടട്ടെ. കരിയില ഇഷ്ടം പോലെ കൊണ്ടുവച്ചിരുന്നു. എന്താ ഇനി നമുക്കിതിൽ നമ്മൾ അടുക്കള പിന്നെ ചക്കൻ്റെ വേസ്റ്റ് ഇല്ലേ, ചക്കൻ്റെത് ഇടാം, കപ്പൻ്റെത് ഇടാം. നല്ല പണി അതുണ്ടാക്കി കഴിഞ്ഞാൽ മുറ്റം വൃത്തിയാക്കൽ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ കുത്തിയാലേ നല്ല. വീണ്ടും കുറച്ച് മണ്ണിട്ട് ഇനി അതിൻ്റെ മേലെ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുവരെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതായിരുന്നു ഒഴിച്ചത്. ഞാനിപ്പം കാണിച്ചതിൽ അതല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അത് അത്രയും പെർഫെക്റ്റ് ആയത്. അപ്പോൾ ഇതിൽ മേലെ ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അതിനേക്കാൾ നല്ലത് ചാണകവെള്ളം, പച്ച ചാണകം കലക്കിയത്. ഇതാ പച്ച ചാണകം, ഇതാണ് പച്ച മേലാവും. പച്ച ചാണകം കലക്കിയത് കുറച്ച് ഇടുക, അധികമൊന്നും വേണ്ട. അങ്ങനെ കുറച്ചൊന്ന് ഉള്ളു കണ്ടങ്ങൾ മണ്ണിട്ട് പച്ചച്ചാണകം ഇട്ട്. ഇനി അടുത്തത് ഞാൻ ഇടുന്നത് പുല്ല് തോട്ടത്തിൽ നിന്ന് പറിച്ചതാണ്. ഈ പുല്ല് വളരുന്നത് തോട്ടത്തിലെ ധാരാളം മൂലകങ്ങൾ വലിച്ചെടുത്തിട്ടാണ് ഈ പുല്ല് വളരുന്നത്. വേരും ഒക്കെ കൂടിക്കോട്ടെ. എന്നിട്ട് അത് ഇതിൽ കുത്തി അമർത്തുക. ഇതിൽ ധാരാളം മൂലകങ്ങളുണ്ട്, നൈട്രജൻ്റെ ഒരു കലവറയാണ്. അതെല്ലാം നമുക്ക് വളത്തിൽ കിട്ടിക്കോളുമല്ലോ. പിന്നെ പച്ചച്ചാണകം ഇടുക എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം അണുക്കളുള്ളതാണ്. പെട്ടെന്ന് നമ്മളെ ഈ ഇട്ടതൊക്കെ അങ്ങ് കമ്പോസ്റ്റാക്കി മാറ്റും. ഇതെല്ലാം കുത്തി നിറക്കുക. ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ലേ. ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും എത്രയാ ഉള്ളത്, തീരെ ഉണ്ടാവില്ല. അങ്ങ് ലാസ്റ്റ് കുത്തി അമർത്തി കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഗ്ലൗസ് ഇടണേ, നിങ്ങൾ ചെയ്യുമ്പം ഗ്ലൗസ് ഇടണം. ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ ഒരു 2 മാസം ആകുമ്പോഴത്തേക്ക് നല്ല വളം കിട്ടും. അപ്പോൾ നമുക്ക് വേനൽക്കാലമല്ലേ വരാൻ പോണത്, വളം വാങ്ങണ്ടല്ലോ പൈസ കൊടുത്തിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്നറിയോ? തോട്ടം വൃത്തിയാവും. തോട്ടത്തിലെ കരിയിലൊക്കെ വാരിയില്ലേ, ഇനി അവിടെയും ഇവിടെയുള്ള പുല്ലുകളൊക്കെ നമ്മൾ പറിച്ചെടുത്തു പിന്നെ കമ്പോസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും വൃത്തിയായി. അപ്പോൾ നമുക്ക് തോട്ടത്തിൽ ഇറങ്ങാനും സുഖം, പാമ്പിനും പേടിക്കേണ്ട, നല്ല വൃത്തിയും തോട്ടം ഉണ്ടാവും, നമുക്ക് നല്ല വളവും കിട്ടും. അങ്ങനെ കുറേ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി അടുത്തത് കുറച്ച് മണ്ണിടുക. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മണ്ണും കുറച്ച് ചാണകവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചാണകവെള്ളം ഇല്ലാത്തവരാണെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് മതി. അത് പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. 2 ദിവസം എങ്ങനെയാണ് പുളിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. ഒരു ദിവസം അവിടെ എടുത്ത് വെച്ചാൽ മതി. കഞ്ഞിവെള്ളം ഒരു പാത്രത്തിൽ വെച്ചാൽ 3-ാം ദിവസം പുളിക്കൂ. ഇനി അടുത്തത് കുറച്ചും കൂടെ കരിയില കമ്പോസ്റ്റ് എന്നാണല്ലോ പേരെന്നെ. ഇപ്പം തന്നെ അങ്ങോട്ട് അമർത്തിയാലേ മാക്സിമം കൊള്ളിച്ചാൽ ഒരു ചാക്ക് വളങ്ങളൊന്ന് വാങ്ങി കണ്ണ് തള്ളിപ്പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, വീടും പരിസരവും വൃത്തിയും, നമുക്കാണെങ്കിൽ വളവും കിട്ടി. അതിനേക്കാളും പവർഫുൾ വളമാണ് ഇത്. ഇങ്ങനെ കുത്തുക. അങ്ങനെ കുത്താനൊക്കെ നല്ല സുഖം, അടി കെട്ടിയതല്ലേ. അതുകൊണ്ട് റൗണ്ടിൽ നിന്നോളും, ചെരിഞ്ഞു പോകുന്നുള്ള പേടിയേ വേണ്ട. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. അങ്ങനെ ലെയർ ഇങ്ങനെ മണ്ണും ചാണകവെള്ളവും വീണ്ടും ഞാൻ ഈ
പച്ച കാട് തന്നെ ഇട്ടുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ മുൻഭാഗത്ത് ഭയങ്കരമായിട്ട് മുളച്ച് വന്നതായിരുന്നു. ഇപ്പോൾ നമുക്ക് വളവും കിട്ടി. എൻ്റെ മുൻഭാഗമാണ് വൃത്തിയായി, പ്ലാസ്റ്റിക്കും എല്ലാം ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ചെയ്യാട്ടോ. ഇത് നല്ലൊരു ശുചീകരണം കൂടിയാണിത്. ഇങ്ങനെ കുത്തി അമർത്തുക. ഇത് പിടുത്തം കിട്ടുന്നില്ല എൻ്റെ കയ്യിൽ. ഇത് വന്നിട്ട് ഈ ഗ്ലൗസ് വന്നിട്ട് അല്ല, ഇത് പിടിച്ചാൽ വേഗം കിട്ടിയേനു. അമർത്തിയാൽ തീർന്ന്. ഇത്രേ ഉള്ളൂ. എന്താ ഇനി വീണ്ടും കുറച്ച് മണ്ണിടുക. ഓരോ ലെയർ. വീണ്ടും കഞ്ഞിവെള്ളം ചാണകവെള്ളം. ഇപ്പം നമുക്ക് ഇതിലിപ്പം ഞാൻ പറിച്ച് കൊണ്ടുവന്ന് വാരി കൊണ്ടുവന്നൊക്കെയാണല്ലോ ദിവസേന നമ്മളെ വീട്ടിൽ അടുക്കളയിൽ മുറിച്ചിടുന്നുണ്ടാവുമല്ലോ. മുറിച്ചിടുന്ന വേസ്റ്റുകൾ, പച്ചക്കറിയൊക്കെ അതെല്ലാം നമുക്ക് ഇതിൽ കൊണ്ടുപോയി ഇടാം. എൻ്റെ അടുത്ത് അതില്ലാത്ത എന്താ പറയുക. അപ്പം എനിക്ക് ബയോബിന്ന് വാങ്ങിയത് കൊണ്ട് ഞാനപ്പോൾ അതിലേക്ക് അത് ഇടുന്നത് കൊണ്ട് ഇപ്പം വേസ്റ്റുകളെ കാണിക്കാനില്ല. അപ്പം അത് ഇതിലിട്ടുള്ള ഗുണം എന്താ അറിയോ, നമ്മൾ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ പിന്നെ സ്ഥിതി പറയണ്ടല്ലോ. അവിടെ ഈച്ച, കൊതുക്, എലി, പെരിച്ചാഴി, പാമ്പ്, നായ, പട്ടി വന്ന് നമുക്ക് അടുത്തൂടാ. ബാഡ് സ്മെല്ലും. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിലേക്കാക്കിയാൽ നല്ലൊരു വളമാവും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇത് വളമായി നിൽക്കട്ടെ. വളമായി കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെടിയിലിങ്ങനെ കൊണ്ടുപോയി ഇടുമ്പോൾ ഇതിൽ നിന്ന് ധാരാളം പിന്നെ തൈകൾ മുളക്കും. ഏതൊക്കെ തൈകളെന്നാ വിചാരം? തക്കാളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഇത് മത്തന്, വഴുതിന, പടവലം, കുമ്പളം എല്ലാം, പീച്ചിങ്ങ. ആ വിത്തൊന്നും ഇതിലിടുകയാണല്ലേ നമ്മൾ. വിത്തിനൊരു കേടും പറ്റൂല. ബാക്കിയെല്ലാം വളമായിട്ടുണ്ടാവും. അപ്പം നമുക്ക് പൈസ ലാഭിച്ചൂടെ? നമ്മൾ നഴ്സറി പോകണം തൈക്ക്. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ എൻ്റെ തക്കാളി തൈ ഒക്കെ ഇങ്ങനെ ഉണ്ടായതാണ്. തക്കാളി, കാബേജ് മാത്രം ഞാൻ പറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിട്ടല്ലോ, പച്ചില ഇട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് വേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അതാ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസേന വിറക് കത്തിക്കുന്നവരാണെങ്കിൽ വെണ്ണീരുണ്ടാവും, ചാരം. ആ ചാരം കൊണ്ടുപോയിട്ട് ഇതിലിടുക. ഒന്നും നിങ്ങൾ ഏടിയും വലിച്ചെറിയണ്ട. എല്ലാം ഒരു ചാക്കിലേക്ക് ഒതുക്കി അവിടെ വെക്കുക. അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, നിങ്ങൾ ഫുഡ് വേസ്റ്റ് ഇതിൽ തൊടിയിക്കരുത്. ഇതിലെങ്ങാനും നിങ്ങൾ ലാഭം വിചാരിച്ചിട്ട് ഇതിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഇത് കൊണ്ടുപോയിട്ട് പിന്നെ എന്തെങ്കിലും ബിരിയാണിൻ്റെതോ ചിക്കൻ്റെതോ മീനിൻ്റെതോ എന്തിൻ്റെയൊക്കെ വേസ്റ്റ് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞ് നമ്മൾ കെട്ടി വെച്ച് നമ്മൾ ഇങ്ങോട്ട് പോന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ കൊണ്ടുപോയി ഇടാൻ വരുമ്പോൾ ആയിരിക്കും നമ്മൾ കണ്ണ് തള്ളിപ്പോവും. ഇതിലിടുന്ന സ്മെല്ല് എത്ര പെട്ടെന്ന് എലിയും പെരിച്ചായും പിടിക്കുന്നറിയോ. നമ്മളങ്ങ് പോയതിൻ്റെ ബാക്കിൽ അവർ വന്നിട്ട് ചാക്ക് വലിച്ച് കീറി കുടഞ്ഞ് ചുറ്റുമാക്കിയിട്ട് അവർക്ക് വേണ്ടതെല്ലാം തിന്ന് അവർ പോയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടാൽ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടം. അപ്പം ഇപ്പം തന്നെ ചിന്തിച്ചോളൂ. അത് ഇടുമ്പോൾ ഇതിൽ മീൻ എന്നല്ല, ഫുഡ് വേസ്റ്റ് ഇതിലിടാനേ പറ്റില്ല. അത് ഞാൻ പ്രത്യേകം പറയുന്നു. അത് ഒരു ദിവസം ഇട്ട് പോയാൽ മതി. അറിയില്ലല്ലോ നിങ്ങൾ വിചാരിക്കൂ. എങ്ങനെയെങ്കിലും സ്മെല്ല് അവർക്ക് പിടിക്കും. എനിക്കൊക്കെ പണ്ട് അനുഭവത്തിൽ വന്നതാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു. ഇനി ഞാൻ വീണ്ടും കരിയിലിടുന്നു. അപ്പോൾ ഞാൻ ഇടേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകളും പറഞ്ഞു കഴിഞ്ഞു. വേണ്ടാത്തത് ഇട്ട് കഴിഞ്ഞാൽ. എൻ്റെ കമ്പോസ്റ്റ് ഞങ്ങൾ കാണിച്ചു തന്നീരേ. എൻ്റെ കമ്പോസ്റ്റ് ആയത് എന്ത് നല്ല കമ്പോസ്റ്റാണ്. ചാണകമാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ കമ്പോസ്റ്റാണ്. പിടുത്തം കിട്ടുന്നില്ല. ഇനി കുറച്ച് മണ്ണിടട്ടെ. ലെയറായിട്ട് ഇട്ടിട്ട് ഇത് ഞാൻ ഹോൾസൊന്നും ഇട്ടില്ല കേട്ടോ. ഹോൾസ് ഇടുന്നത് ലാസ്റ്റാണ്. ഇതിൽ പിന്നെ പെരിച്ചായി എലിയൊന്നും വന്ന് തുറക്കാനൊന്നുമില്ല. ഇതിലൊക്കെ നല്ല നമ്മളെ പവർഫുൾ വളം ആവേണ്ടതേ ഉള്ളൂ. ഇനി ഞാൻ അടുത്തിടുന്നത് കാണിച്ചു. ഇത് എന്താണെന്നറിയില്ലേ, ഇതാണ് എൻ്റെ ചെടി. എൻ്റെ പച്ചിലയിൽ താരം, പിന്നെ ശീമക്കൊന്നയിൽ ധാരാളം നൈട്രജൻ ഉള്ളതാണ്. അപ്പോൾ ഈ നൈട്രജനൊക്കെ നമുക്ക് ഈ വളത്തിലേക്ക് അങ്ങോട്ട്, ഇത് ചാണകത്തിന് പകരം ഉപയോഗിക്കുന്നതും കൂടിയാട്ടോ ഈ ശീമക്കൊന്ന. പിന്നെ ഞാൻ എല്ലാവരും കൊണ്ടും പറയും ശീമക്കൊന്ന ഇപ്പം നട്ടുനോക്കി
നമ്മൾ തിരിഞ്ഞു നോക്കണം, നല്ലോണം അങ്ങോട്ട് തളിര് വരും. അപ്പം ഇതിട്ടു. ഇനി കുറച്ച് മണ്ണിട്ട് നിറഞ്ഞു പോയി, എൻ്റെ ചാക്ക് നിറഞ്ഞു. ഇനി ഞാൻ ഒന്നും ഇടുന്നില്ല. ഇനി എനിക്ക് കെട്ടാൻ കഴിയിട്ടാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും എനിക്ക് അത്യാവശ്യം വളത്തിൻ്റെ ആവശ്യം വന്നുകൊണ്ടുമാണ് ഞാൻ ഇതിപ്പം ഉണ്ടാക്കിയത്. ഇനി അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കൊള്ളുന്നില്ല. ഒരു ചാക്ക് കെട്ടി വെച്ചിട്ട് ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ട് ദിവസേന അടിച്ച് വരുന്ന് കൊണ്ടുപോയി ഇടുക. ദിവസേന അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി ഇടുക. ഇടുമ്പോൾ കുറച്ച് മണ്ണും ഇടുക. ചാണകവെള്ളം എപ്പോഴും എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇടുക. എന്നിട്ട് കെട്ടി വെക്കുക. 2-ാം ദിവസം വീണ്ടും അതുപോലെ ചെയ്യുക, വീണ്ടും കെട്ടുക. അങ്ങനെ നിറഞ്ഞ് കഴിഞ്ഞിട്ട് ഭദ്രമായിട്ട് കെട്ടിയിട്ട് ഹോൾസ് അവിടെയും ഇവിടെയൊക്കെ ഹോൾസ് ഇടണം. എന്നിട്ട് ഒരു തണലത്ത് വെക്കുക. അത് അങ്ങനെ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വളം. 2 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല പവർഫുൾ വളം. എൻ്റെ വളം ഞാൻ ഒന്നും ചെയ്തില്ല. പവർഫുൾ വളമായി മാറിയിട്ടുണ്ടാവും. ഇത് നമ്മളെ മുൻഭാഗമല്ലേ, ഇവിടെ അങ്ങ് ഇട്ട് പോകാൻ പറ്റൂല. എല്ലാം ചാക്കിലാക്കി ഇവിടെ നിന്ന് അടിച്ചാട്ടെ. ഒക്കെ സ്പോട്ട് ചെയ്താൽ ഇനി കോരിയായിട്ട് വേറെ ചാക്ക് ഇതിലേക്ക് നിറഞ്ഞു. ഇനി നമുക്ക് ചെടി നങ്ങനെ ഞാൻ കെട്ടി ഭദ്രാക്കി കുറച്ച് നേരം റിസ്ക് എടുത്താലും എനിക്കിപ്പോൾ ഒരു ചാക്ക് വളം കിട്ടി. ഇനി വേനലാകുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഇടും. ഇനി ഞാനിവിടെ ഹോൾസ് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് 5 പറഞ്ഞ് കേട്ടതാണ് ചീവീടിൻ്റെ മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ചീവീട് മ്യൂസിക്കാണല്ലോ, നല്ല രസമുണ്ട്. ഇന്ന് കുറച്ചൊരു കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എൻ്റെ ഇവിടുത്തെ അവസ്ഥകൾ വയനാട്. ഇനി ഞാൻ ഹോൾസ് ഇടട്ടെ. എല്ലാം കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഇങ്ങനെ ഹോൾസ് ഇടാൻ. വായുസഞ്ചാരവും കിട്ടിക്കോളും. ഇതിന് വായുസഞ്ചാരമൊക്കെ വേണോ ഇങ്ങനെ അങ്ങോട്ട്. പിന്നെ ഞാൻ ഇത് വെയിൽ കൊള്ളിക്കണ്ട, മഴ കൊള്ളിക്കുന്നില്ല, വെയിലും കൊള്ളിക്കുന്നില്ല. കാരണം എന്താ അറിയോ, പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ ആ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ട് ഒരു ചാക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ട് പൊടിഞ്ഞത് കിട്ടി എനിക്ക് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ചാണകങ്ങൾ എടുത്തില്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചാലും മതി. ദിവസേന കൊണ്ടുപോയിട്ട് കെട്ടി വെക്കുക. ഞാൻ ഒന്നായിട്ട് നിങ്ങളെ കാണിച്ചു തന്നാ കേട്ടോ. ദിവസേന കുറച്ച് കൊണ്ടുപോയി ഒരാഴ്ച ആകുമ്പോൾ കെട്ടി വെക്കുക, വേറെ ഒരു ചാക്ക് എടുക്കുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പഴയത് ഞാൻ കാണിച്ചതാണ് ഇത്. അപ്പോൾ എൻ്റെ കരിയില കമ്പോസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.